ഇന്നത്തെ വീഡിയോയിൽ വീരകേരള വംശത്തിലെ ചക്രവർത്തിയായ രാജശേഖര ചക്രവർത്തിയെക്കുറിച്ച് മനസ്സിലാക്കാം. രാജശേഖരദേവർ എന്ന പേരിൽ പ്രസിദ്ധനായ രാജശേഖര ചക്രവർത്തി ക്രിസ്തുവർഷം 780 മുതൽ 827 വരെയാണ് ഭരണം നടത്തിയിരുന്നത്. സംസ്കൃത ഭാഷയിലും തമിഴിലും വലിയ വിദ്വാനായിരുന്ന ഇദ്ദേഹം നല്ലൊരു ശാസ്ത്രജ്ഞനും കവിയുമായിരുന്നു. രാജ്യഭരണം ഏൽക്കുന്നതിനു മുമ്പ് തന്നെ വലിയ ശിവഭക്തനായി തീർന്നതിനാൽ ശിവനെ ഭജിച്ചും ബ്രഹ്മചര്യം അനുഷ്ഠിച്ചും ഒരു സന്യാസിയുടെ രീതിയിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. മുൻപ് ഭരണം നടത്തിയിരുന്ന മഹാരാജാവിൻ്റെ കാലശേഷം മന്ത്രിമാരുടെയും നാട്ടിലെ പ്രധാനന്മാരുടെയും നിർബന്ധപ്രകാരമാണ് അദ്ദേഹം രാജ്യഭരണം സ്വീകരിച്ചത്. രാജാവായതിനു ശേഷം പ്രജകളുടെ ക്ഷേമത്തിലും രാജധർമ്മത്തിലും അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. അപ്രകാരം ശിവഭക്തിയും സമാധാനപരമായ രാജ്യഭരണത്തിലുള്ള കഴിവും നിമിത്തം പെരുമാക്കന്മാരിൽ ഒടുവിലത്തെ ആളായിരുന്ന ചേരമാൻ പെരുമാളോട് തുല്യനായി ഈ മഹാരാജാവിനെ ജനങ്ങൾ കരുതുകയും ചേരമാൻ പെരുമാൾ എന്നത് ഇദ്ദേഹത്തിനൊരു സ്ഥാനപ്പേരായി പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. എന്നു മാത്രമല്ല, ദ്രമിഡ രാജ്യങ്ങളിൽ വൈഷ്ണവ സന്യാസിമാരായി 12 ആൾവാന്മാർ ഉണ്ടായിരുന്നതുപോലെ ശൈവ സന്യാസിമാരായി 63 നയനാന്മാരും ഉണ്ടായിരുന്നവരിൽ ഒരാളായി ചേരമാൻ പെരുമാൾ നയനാർ എന്ന പേരിൽ പിൽക്കാലത്ത് ഇദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. സന്യാസി ധർമ്മവും രാജധർമ്മവും ഒരുപോലെ ഉത്തമമായ നിലയിൽ ഒരുമിച്ച് ആചരിച്ചു വന്ന ഈ രാജശേഖര ചക്രവർത്തിക്ക് രാജാതിരാജ പരമേശ്വര ഭട്ടാരകർ എന്ന സ്ഥാനപ്പേരും ഉണ്ടായിരുന്നു. രാജശേഖര ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ ഭരണകാലവും കേരള ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ലോകഗുരുവായ സാക്ഷാൽ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ജനിച്ചതും സ്വർഗാരോഹണം ചെയ്തതും. ശങ്കരാചാര്യ സ്വാമികളുടെ ബുദ്ധിവൈഭവത്തെപ്പറ്റിയും മറ്റും അറിയാമായിരുന്ന രാജശേഖര ചക്രവർത്തിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനവും ഭക്തിയുമായിരുന്നു. വേദവാക്യമനുസരിച്ച് കർമ്മപ്രധാനമായ മീമാംസക മതത്തിനല്ല, ജ്ഞാനപ്രധാനമായ വേദാന്ത മതത്തിനാണ് പ്രാധാന്യമുള്ളതെന്ന് ശങ്കരാചാര്യ സ്വാമികൾ അനേകം ഗ്രന്ഥങ്ങൾ വഴി സ്ഥാപിച്ചിരുന്നു. ഈശ്വരൻ കർമ്മസ്വരൂപനല്ല, ജ്ഞാനസ്വരൂപനാണ്. കർമ്മങ്ങൾ ചെയ്യുന്നത് മനസ്സിരുത്തി ശീലിച്ച് ഹൃദയശുദ്ധി വരുത്തി ഭക്തിയും ജ്ഞാനവും ഉണ്ടാകാനുള്ള ഒരു ഉപായം മാത്രമാണ്. മനസ്സിരുത്താതെയോ ഈശ്വര സങ്കല്പം കൂടാതെയോ വെറും അഭ്യാസം കൊണ്ട് മാത്രം ചെയ്യുന്ന കർമ്മത്തിന് യാതൊരു ഫലവുമില്ല. ഈശ്വരഭക്തിയും ജ്ഞാനവുമാണ് മതവിഷയത്തിൽ എല്ലാത്തിലും മുഖ്യമായിട്ടുള്ളത്. അതുള്ളവർ ഏതു ജാതിക്കാരായാലും ബഹുമാനീയന്മാരും വന്ദനീയന്മാരുമാണ്. ചുരുക്കത്തിൽ ഇതായിരുന്നു അദ്ദേഹം ഗ്രന്ഥങ്ങൾ വഴി സ്ഥാപിച്ചത്. വേദാന്ത മതസിദ്ധാന്തത്തെ പ്രമാണമാക്കിക്കൊണ്ടായിരിക്കണം മേലിൽ മതാചാര അനുഷ്ഠാനങ്ങളെല്ലാം എന്ന് വ്യവസ്ഥ ചെയ്ത് കേരളത്തിൽ പരക്കെ നടപ്പാക്കണമെന്നും അക്കാലത്ത് ഓരോ ജാതികളും തമ്മിലുണ്ടായിരുന്ന അകൽച്ച ഇല്ലാതാക്കണമെന്നും രാജശേഖര ചക്രവർത്തിയും തീരുമാനിച്ചു. ആചാര്യ സ്വാമികൾ സ്ഥാപിച്ച വേദാന്ത മതം അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അതിവേഗത്തിലാണ് ഭാരതത്തിൽ പ്രചാരപ്പെട്ടത്. ശങ്കരാചാര്യ സ്വാമികളുടെ സ്വർഗാരോഹണം കഴിഞ്ഞ് 5ാമത്തെ വർഷത്തിൽ കേരള രാജ്യങ്ങളിൽ തെക്കേ അറ്റത്തെ രാജ്യമായ വേണാടിൻ്റെ തലസ്ഥാനമായിരുന്ന കൊല്ലത്ത് വെച്ച് എല്ലാ കേരള രാജാക്കന്മാരും നാടുവാഴികളും നാട്ടുപ്രമാണികളും വൈദികന്മാരും പന്നിയൂർ, ശുകപുരം, പയ്യന്നൂർ, പെരിഞ്ചല്ലൂർ മുതലായ ഗ്രാമയോഗക്കാരും എല്ലാവരും ഒത്തുചേർന്ന് ഒരു സഭ നടത്തുവാനും ആ സഭയിൽ വെച്ച് ആചാരപരിഷ്കാരം നടപ്പാക്കുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാനും രാജശേഖര ചക്രവർത്തി തീർച്ചപ്പെടുത്തി. അപ്രകാരം എല്ലാവരെയും ക്ഷണിച്ച് വരുത്തിയതിനു ശേഷം ചക്രവർത്തിയുടെ അധ്യക്ഷതയിൽ നടത്തിയ മഹാസഭയിൽ വെച്ച് മേലിൽ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ആചാര്യസ്വാമികൾ വ്യവസ്ഥാപിച്ച വേദാന്ത മത തത്വങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കണമെന്നു സർവസമ്മതമായി നിശ്ചയിക്കുകയും ചെയ്തു. ആ മഹാസഭ കൊണ്ടുണ്ടായ മാറ്റത്തിൻ്റെ സ്മാരകമായി ഒരു പുതിയ വർഷപ്പിറപ്പ് തുടങ്ങുവാനും അവിടെ വെച്ച് നിശ്ചയിച്ചു. മലയാളത്തിലെല്ലാം ഇന്നും സകല കാര്യങ്ങളിലും
പ്രധാനമായി കണക്കാക്കി വരുന്ന കൊല്ലവർഷത്തിൻ്റെ ആരംഭത്തിനുള്ള അടിസ്ഥാനം ആ സംഭവമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസമായ ചിങ്ങമാസത്തിലെ തിരുവോണം മുതൽ പുതിയ വർഷം കണക്കാക്കി തുടങ്ങുവാനാണ് മഹാസഭയിൽ നിശ്ചയിച്ചിരുന്നത്. കൊല്ലവർഷത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മാത്രമല്ല, കുറേ അധികം കാലത്തോളം അപ്രകാരമാണ് എല്ലായിടത്തും കണക്കാക്കി വന്നിരുന്നതും. തിരുവോണ നക്ഷത്രം വരുന്ന തീയതി അടിസ്ഥാനമാക്കി ചിങ്ങമാസത്തെ 2 ഭാഗമാക്കി തിരിച്ച് അതിൽ തിരുവോണം വരെയുള്ള ദിവസങ്ങൾ പോകുന്ന വർഷത്തിൽ ചേർന്നതായും തിരുവോണം മുതലുള്ള ദിവസങ്ങൾ വരുന്ന വർഷത്തിൽ ചേർന്നതായും കണക്കാക്കിയിരുന്നു. പോകുന്ന വർഷത്തിൽപ്പെട്ട ഭാഗത്തിന് അവസാനിക്കുന്ന കൊല്ലത്തിലെ പോക്ക് ചിങ്ങമെന്നും വരുന്ന വർഷത്തിൽപ്പെട്ട ഭാഗത്തിന് തുടങ്ങുന്ന കൊല്ലത്തിലെ പുക്ക ചിങ്ങമെന്നും പ്രത്യേകം പേരുകളും പറഞ്ഞു വന്നിരുന്നു. എന്നാൽ ഈ ഏർപ്പാട് പ്രകാരം ചില വർഷങ്ങൾ തമ്മിൽ ദിവസങ്ങളുടെ സംഖ്യയിൽ വളരെ വ്യത്യാസം വരുന്നത് കാരണം ബുദ്ധിമുട്ടുണ്ടാകുന്നതിനാൽ മാസത്തിൻ്റെ ആദ്യത്തിൽ തന്നെ പുതിയ കൊല്ലത്തിൻ്റെ ആരംഭവും തുടങ്ങുകയാണ് സൗകര്യമെന്ന് പിൽക്കാലത്തുള്ള ഭരണാധികാരികൾ തീരുമാനിച്ചു. അപ്രകാരം കൊല്ലാരംഭ ദിനം മാറ്റി തുടങ്ങിയത് കേരളത്തിലെ രാജാക്കന്മാർ തമ്മിൽ മത്സരങ്ങൾ തുടങ്ങിയിരുന്ന കാലത്താകയാൽ ചില രാജാക്കന്മാർ ചിങ്ങം 1-ാം തീയതി മുതലാണ് പുതിയ വർഷം തുടങ്ങുന്നതെന്നു തീർച്ചപ്പെടുത്തിയപ്പോൾ മറ്റ് ചിലർ കന്നി 1-ാം തീയതി മുതലാണ് പുതിയ വർഷം തുടങ്ങുന്നതെന്ന് നിശ്ചയിച്ചു. അങ്ങനെ ഭാരതപ്പുഴയ്ക്ക് തെക്കോട്ടുള്ള കേരളത്തിലെ രാജാക്കന്മാരുടെ രാജ്യങ്ങളിൽ പുതിയ വർഷാരംഭ ദിനം ചിങ്ങം 1-ാം തീയതിയും ഭാരതപ്പുഴയുടെ വടക്കോട്ടുള്ള രാജ്യങ്ങളിൽ പുതുവർഷാരംഭ ദിനം കന്നി 1-ാം തീയതിയുമായി. ഇങ്ങനെയാണ് കൊല്ലവർഷത്തിൻ്റെ ആരംഭ ദിവസം കേരളത്തിൽ 2 രീതിയിലായത്. ക്രിസ്തുവർഷം 827, അതായത് കൊല്ലവർഷം 2-ാം ആണ്ടിൽ രാജശേഖര ചക്രവർത്തി മരണമടഞ്ഞു. പൊതുജനങ്ങൾക്ക് ആ ചക്രവർത്തിയിലുണ്ടായിരുന്ന ഭക്തി ബഹുമാനങ്ങൾ നിമിത്തം അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ സ്മാരകമായി ചേരമാൻ വർഷം അല്ലെങ്കിൽ ചേരമാൻ പെരുമാളബ്ദം എന്നു പേരായ ഒരു വർഷപ്പിറപ്പ് അദ്ദേഹം സ്വർഗാരോഹണം ചെയ്ത വൈശാഖ മാസത്തിൽ ഉൾപ്പെട്ട മേടം 1-ാം തീയതി മുതൽ കണക്കാക്കി വന്നിരുന്നു.